അസ്സലാമു അലൈക്കും. വെൽക്കം ടു Zahrabanu കുക്കിംഗ് ആൻഡ് ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതുപോലെ ആരെടുത്തിട്ടുള്ളൊരു കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ നമുക്ക് നോക്കാം. പച്ചരിയാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ്. 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തി വെക്കണം. ഇത് ശർക്കര പാനിയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ തേങ്ങ 1 കപ്പ്. ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്, പച്ചരി ഞാൻ കഴുകി വെച്ചതും വാർത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇതിലൊരിക്കലും വെള്ളം കൂടി പോകരുത്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ അരച്ചിട്ടുള്ള കലത്തപ്പത്തിൻ്റെ മാവ്. ഉണ്ടാവും ഇതുപോലെ നൂല് പോലെ കട്ടിയിലിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടി പോകരുത്. ഒരു നുള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. തരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് മധുരത്തിനൊരു കോമ്പിനേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഉപ്പ് ഈ മാവിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. അത് നൂല് പോലെ ഇരിക്കണം കേട്ടോ. അതിനുശേഷം ഒരു അപ്പച്ചട്ടി വെക്കുക. അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഇത് ഉണ്ടാക്കാനുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറിയ ജീരകം ചേർക്കരുത്, വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. വലിയ ജീരകം ഇതിലൊന്ന് മൂത്തതിന് ശേഷം രണ്ടും ചെറിയ ഉള്ളിയും വലിയ ജീരകവും ഇതുപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് ഒരു തവയിൽ കുറച്ച് മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുകൊണ്ട് ആ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ജീരകമൊക്കെ ഇതിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിട്ട് വേവിച്ചെടുത്താൽ മതി. വേണ്ട ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്, ആരെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുണ്ട്, അത് വെന്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വെള്ള കളറിലാണെങ്കിലും അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കലത്തപ്പം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് എല്ലാവരും ഒന്ന് കാണുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.